മതം പഠിപ്പിക്കുന്ന ആശയമാണ്. അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, ബാപ്പ ഉമ്മയെ ബഹുമാനിക്കണം എന്ന ആശയം. മതം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ ഒരുങ്ങിയാൽ അവൻ ശരിയായ മൃഗമായി അല്ല, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, മൃഗത്തേക്കാൾ അധപ്പതിച്ചു പോകും എന്നതാണ് ശരി. പോസ്റ്റർ കണ്ടു, മതം വേണോ മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റർ. മനുഷ്യന് മതം വേണോ? അതെ, മതം ഇളകിയാൽ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണല്ലോ. എന്ത് വേണമെന്നുള്ള ബോധം ഇല്ലാതിരിക്കുമ്പോഴല്ലേ അങ്ങനത്തെ വാക്കുകൾ പറയാം. മതം ഇളകുക എന്നൊരു പരിപാടി. പിന്നെ പലതും മതം ഇല്ല, വേണ്ട എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് എങ്ങനെയും ജീവിക്കാം എന്നല്ലേ ആ പറയുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ അദ്ദേഹത്തിന് അങ്ങാടിയിലൂടെ നടക്കുമ്പോ അദ്ദേഹത്തിന് നഗ്നത മറക്കേണ്ടതുണ്ടോ? തുണി ഉടുക്കേണ്ടതുണ്ടോ? കാരണം തുണി ഉടുക്കണമെന്ന് പഠിപ്പിച്ചത് മതമാണ്. അതെ, മതം പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് കന്നുകാലികളെ പോലെ, പോത്തിനെ പോലെ, എരുമയെ പോലെ, പശുവിനെ പോലെ നടക്കാൻ പാടില്ല, നിങ്ങൾ നഗ്നത മറക്കണം എന്നത് മതം പഠിപ്പിച്ചതാണ്. അപ്പൊ മതം വേണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതിയും നിയമമൊക്കെ വേണോ എന്ന് പറഞ്ഞാൽ നഗ്നത മറക്കാതെ കുറ്റിയാടി കൂടി നടക്കാം. കാരണം മതം പഠിപ്പിച്ചാണുള്ളത്. പിന്നെ ആര് പഠിപ്പിച്ചതാണ് ഈ ഔറത്ത് മറക്കണം, നഗ്നത മറക്കണം എന്നത്? ആര് പഠിപ്പിച്ച? അത് മതം പഠിപ്പിച്ചതാണ്. അതെ, അതുകൊണ്ട് ഏത് മതവിശ്വാസികളും അത് അംഗീകരിക്കും. ആ വിശ്വാസം കടമെടുത്തിട്ട് ചിലപ്പോ യുക്തിവാദിയും തുണി കൊടുക്കുന്നുണ്ടാവും. അത് മതത്തിന്റെ ആശയാണ് അയാൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. അദ്ദേഹവും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അത് മതത്തിന്റെ ആശയമാണ്. തുണി കൊടുക്കണം എന്ന ആശയം പഠിപ്പിച്ചത് മതമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് മക്കയിൽ വന്ന് ദീനിന്റെ മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുന്നു. ആ നിർമ്മാണം നടക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്താണ്? അവര് ഉടുത്ത തുണി അഴിച്ചിട്ട് അവര് കല്ലെടുത്ത് കൊണ്ടുപോകുമ്പോ കല്ലിന്റെ ചുവടെ തെരുവ് വെക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മതം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, 40 വയസ്സായിട്ടില്ല, കുട്ടിക്കാലമാണ്, ചെറുപ്പമാണ്. പക്ഷേ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യൻ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ തുടക്കം മുതലേ കൃത്യമായ ജീവിത ശൈലി, എല്ലാവിധത്തിലും ഉന്നതമായ സംസ്കാരം പുലർത്തിയാണല്ലോ ജീവിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ ഒരാളെ ചതിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് പോലും ഒരു മനുഷ്യരെയും ചതിച്ചിട്ടില്ല. അതേപോലെ അന്യന്റേത് എടുത്തിട്ടില്ല. എന്തിനധികം പറഞ്ഞു, മുല കുടിക്കുന്ന സമയത്ത് പോലും 2 കുട്ടികൾക്ക് മുല കൊടുക്കുന്ന ഉമ്മ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ, ഒരു മുല നബി തങ്ങൾക്കും ഒന്ന് മറ്റൊരു കുട്ടിക്കുമാണ്. ആ കുട്ടിക്ക് കൊടുക്കാറുള്ള മുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുല കുടിക്കുന്ന സമയത്ത് വായിൽ വെച്ചു കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കുട്ടി കുടിക്കാറില്ല. അത്രയും അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് അവിടുന്ന് വളർന്നിട്ടുള്ളത്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം അവിടെ തുണി അഴിച്ച് അവർ തെരുവ് വെച്ച് അതിന്റെ മേലെ കല്ലെടുത്ത് കൊണ്ടുപോയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തുനിയുന്നില്ല. തുണി ഉടുത്തുകൊണ്ട് തന്നെയാണ് കല്ലെടുത്തു കൊണ്ടുപോകുന്നത്. ആ തുണി അഴിച്ച് തെരുവ് വെക്കണമെന്ന് നിർബന്ധിച്ച് അഴിക്കാൻ പിതൃ സഹോദരൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോധം നഷ്ടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ബോധം നഷ്ടപ്പെടുകയാണ്. തുണി പൂർണ്ണമായി ധരിച്ചപ്പോൾ മാത്രം ബോധം ലഭിക്കുകയാണ്. ആ നബി തങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു, അതേ, നിങ്ങൾ നഗ്നത മറക്കാതെ നടക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് അറിയോ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് തന്നെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ കാലിന്റെ തുട നഗ്നതയാണ്, അത് മറക്കേണ്ടതാണ്. നിങ്ങളുടെ കാലിന്റെ തുട കാണിച്ച് നടക്കാൻ പാടില്ല.
ഇപ്പോഴുണ്ടല്ലോ ഒരു പുതിയ പരിഷ്കാരം, എന്തേ, ഒരു ഹാഫ് ട്രൗസർ കൊടുത്ത് പോകുന്ന ഒരു പരിപാടി. നല്ല പാന്റ് ധരിക്കാൻ അള്ളാഹു കഴിവ് കൊടുക്കാഞ്ഞിട്ടല്ല, തുണി കൊടുക്കാൻ കഴിവെന്ന് കൊടുക്കാഞ്ഞിട്ടല്ല, പിന്നെ എങ്ങനെ കാലിന്റെ തുടയും കാണിച്ചിട്ട് സുബ്ഹാനല്ലാഹ് കാണുമ്പോ തന്നെ ഛർദ്ദിക്കാൻ നടക്കുന്ന ഒരു ഏർപ്പാട്. സുബ്ഹാനല്ലാഹ് ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ഇംഗ്ലീഷുകാരുടെ സംസ്കാരമാണ്. അത് നമ്മൾ മുസ്ലിം ചെറുപ്പക്കാർ അത് സ്വീകരിക്കരുത്, ജനങ്ങളെ മുന്നിലേക്ക് ഇറങ്ങും. ഇനി ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഉടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചീത്ത പറയുകയോ അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറ്റം പറയുകയോ ചെയ്ത് നമ്മളെ നാവ് എടുക്കാക്കുകയും വേണ്ട. അത് ഏതെങ്കിലും കൗലുകളോ മറ്റോ ഉണ്ടെങ്കിലോ ഒന്ന് മനസ്സിലാക്കി നമ്മളെപ്പോഴും ആളുകൾ പിന്നെ നല്ലതേ വിചാരിക്കാവും. അത് മറ്റൊരു വിഷയം ഇരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നഗ്നത മറക്കണം എന്നത് പഠിപ്പിച്ചത് മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സമയത്ത് തുണി പൂർണ്ണമായി അഴിച്ചു കളയലായിരുന്നു മക്കയിലുണ്ടായിരുന്ന പതിവ്. അതിനവരെന്താണ് പറഞ്ഞ ന്യായം? ഈ തെറ്റ് ചെയ്യുമ്പോൾ ഉടുത്തുപോയ തുണി ഉടുത്തിട്ട് നമ്മൾ ഈ മഹത്തായ കഅബ ഇങ്ങനെ ചുറ്റിയാൽ മോശമല്ലേ എന്നാണ് അവർ ചിന്തിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ തുണിയാണോ തെറ്റിയത് അല്ലെങ്കിൽ ഈ മനുഷ്യനോ? ഈ മനുഷ്യനല്ലേ തെറ്റിയത്, പിന്നെ മനുഷ്യൻ ഇങ്ങനെ ചുറ്റുക, അതേ സമയത്ത് തുണിക്കാ കുറ്റം, എന്നിട്ട് തുണി അഴിച്ചു വെക്കുക. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നഗ്നത മറക്കണം എന്ന ആശയം പഠിപ്പിച്ചത് മതമാണ്. മുൻഗാമികളായ അമ്പിയാക്കളും അതേ ആശയം തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ പോലും അവിടുന്ന് ഔറത്ത് മറച്ചുകൊണ്ടാണ് കുളിച്ചിരുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു പലരും അങ്ങനെയായിരുന്നില്ല. അപ്പൊ മതം പഠിപ്പിച്ച പ്രവാചകന്മാര് അമ്പിയാക്കളാണ്. ഈ നഗ്നത പറക്കണം എന്ന ഈ ഉന്നതമായ സംസ്കാരം പഠിപ്പിച്ചത്. മനുഷ്യന് മതം വേണോ എന്ന് ചോദിച്ചാൽ മതം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മറുപടി പിന്നെ നമുക്ക് നഗ്നത പറക്കാതെ അങ്ങാടിയിലൂടെ പോകാം എന്നതടക്കം അതിന്റെ മറുപടിയിൽ വരും. ഇനി ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് എന്റെ കണ്ണുകൊണ്ട് ഒരാള് കാണിച്ചു തന്നപ്പോ നോക്കിപ്പോയതാണ്. ഒരു ഫോണിൽ മാഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മഹ്മൂദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വാട്സപ്പിലുള്ള ഒരു സാധനം കാണിച്ചു. അതെന്താണ്? നല്ല പാന്റും കോട്ടും നല്ല കുപ്പായൊക്കെ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഷൂട്ടിട്ടുണ്ട്. ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു ബെഞ്ചുമേൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു കണ്ണടയും വെച്ചിട്ട്. ഈ ചെറുപ്പക്കാരൻ വന്ന് ഈ പ്രായമുള്ള മനുഷ്യന്റെ തലക്കും നെഞ്ഞത്തും പുറത്തുമൊക്കെ ഇടിയോട് ഇടിയാണ്. അങ്ങനെ ഇടിച്ച് അദ്ദേഹം അങ്ങ് ചെരിഞ്ഞുപോയി. അപ്പൊ ആ ചെറുപ്പക്കാരൻ പിരിഞ്ഞുപോയി. അപ്പൊ ഒരു സ്ത്രീയും ഒരു പ്രായമുള്ള ഒരാളും വന്ന് അയാളെ മെല്ലെ പിടിച്ച് നേരെയാക്കി ഇരുത്തി. അങ്ങനെ ഈർത്തിയപ്പോ മൂക്കുന്നും വായിന്നൊക്കെ ചോര ഇങ്ങനെ വീഴാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും വരികയാണ്. എന്നിട്ട് ഷൂ കൊണ്ട് ചവിട്ടുകയാണ് ആ പ്രായമുള്ള മനുഷ്യനെ. സുബ്ഹാനല്ലാഹ്, അത് ആ ചെറുപ്പക്കാരന്റെ അച്ഛനാണ്. സ്വന്തം അച്ഛനെയാണ് ഈ ചവിട്ടുന്നതും കൊല്ലുന്നതും. എന്തേ കാരണം? മതം വേണോ? കാരണം മതം പഠിപ്പിക്കുന്ന ആശയമാണ് അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, ബാപ്പ ഉമ്മയെ ബഹുമാനിക്കണം എന്ന ആശയം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന ഉടനെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവരെ ചവിട്ടാനും കുത്താനും ഉള്ളതല്ല. അതിന് മാതാപിതാക്കൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം വിവാഹം നടക്കട്ടെ. വിവാഹത്തിലൂടെ സന്താനം ഉണ്ടാകുമ്പോഴല്ലേ മാതാപിതാക്കൾ ഉണ്ടാവുള്ളൂ. അതിന് മതം വേണ്ട എന്ന് പറയുന്നവന്റെ ആശയം എന്താണ്? വിവാഹം വേണ്ട, പിന്നെന്താണ്? പൂവൻകോഴിയെ പോലെ ഐ ലവ് യു എന്ന് പറഞ്ഞ് കാണുന്നതിന്റെ പിന്നാലെ പോകാം എന്ന തത്വം. ഇത് മതം പഠിപ്പിച്ചതിന് എതിരായി മനുഷ്യൻ മൃഗമായി, അതുപോലെ കോഴി എന്ന് പറയുന്ന ജീവിയെ കുറിച്ച് നമുക്കറിയാം. കോഴിക്ക് മതമില്ല, അതുകൊണ്ട് തന്നെ കോഴിയെല്ലാം തിന്നും. ഹലാലും തിന്നും, ഹറാമും തിന്നും,
ചിലപ്പോ നല്ല നജസും തിന്നും, മ്ലേച്ഛ വസ്തുക്കൾ മലം വരെ തിന്നു. ആ കോഴിയുടെ സ്വഭാവമാണ് വിവാഹമില്ലാതെ അതേ ഇണചേരുക, സന്താനോൽപാദനം നടത്തുക എന്നത്. അങ്ങനെയാണോ മനുഷ്യൻ വേണ്ടത്? മനുഷ്യന് അമ്മാമനുണ്ടാവും, വിവാഹത്തിലൂടെ കുട്ടി ഉണ്ടാവുമ്പോഴാണ്. അത് മതം പഠിപ്പിച്ചതാണ്. മതം വേണോ എന്ന് ചോദിച്ചാൽ പിന്നെ മനുഷ്യൻ പിന്നെ മൃഗമാവുകയാണ്. ഇങ്ങനെ ഞാനൊരു 2 ഉദാഹരണം പറഞ്ഞാണ്. ഇനിയും 100 ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മതം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ ഒരുങ്ങിയാൽ അവൻ ശരിയായ മൃഗമായി അല്ല, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, മൃഗത്തേക്കാൾ അധപ്പതിച്ചു പോകും എന്നതാണ് ശരി.